ചേട്ടാ 10 രൂപയ്ക്ക് പവർ. ചേച്ചി 10 രൂപ. വെറും 10. 10 രൂപയ്ക്ക് അടിക്കത്തില്ലേ ചേട്ടാ? 10 രൂപയ്ക്ക് 10 രൂപ. 10 രൂപ 10 രൂപയ്ക്ക് 10 രൂപയ്ക്ക് 10 രൂപയ്ക്ക്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ വിമൽ 360 ഡിഗ്രി. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു പ്രാങ്ക് വീഡിയോ ആണ്. പ്രാങ്ക് എന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ വീഡിയോ. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോട്ടയത്തെ പമ്പുകളിൽ പോയിട്ട് 10 രൂപയ്ക്ക് പെട്രോൾ അടിക്കാനായിട്ട് പോവാണ്. 10 രൂപയ്ക്ക്, വെറും 10 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പോവാണ്. അപ്പം എത്ര പമ്പുകാർ നമുക്ക് 10 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് തരും എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ റിയാക്ഷൻ 10 രൂപ എന്ന് പറയുമ്പോൾ, ബുള്ളറ്റിന് എന്നിട്ട് 10 രൂപയ്ക്ക് പെട്രോൾ അടിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണ് എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. ഒരു ഫൺ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഫണ്ണ് മാറി മണ്ണ് തിന്നുവോ എന്നറിയത്തില്ല. ആൾക്കാർ എങ്ങനെ എത്രത്തോളം ഫണ്ണിൽ എടുക്കുമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് ഏതായാലും പോയി നോക്കാം എന്നുള്ളതേ ഉള്ളൂ. 1-2 വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് നമുക്കിങ്ങനെ 10 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് കൊടുക്കുന്നത്. എനിക്കറിയത്തില്ല ഇപ്പം നമ്മുടെ കോട്ടയത്തെ പമ്പുകൾ അല്ലെങ്കിൽ കേരളത്തിലെ പമ്പുകൾ 10 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് തരുമോ എന്നറിയത്തില്ല. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ അമർത്തി വെക്കണേ. എന്നാലേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കിട്ടത്തുള്ളല്ലോ. നമുക്ക് ഏതായാലും ഓരോ പമ്പിൽ ചെന്നിട്ട് നോക്കാം. ഒരു 4-5 പമ്പ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അധികമൊന്നുമില്ല. എത്രത്തോളം ഇത് സക്സസ് ആവും, എന്താണ് റിയാക്ഷൻ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായിത്തീരുമെന്നും അറിയത്തില്ല. നമുക്ക് ഏതായാലും തുനിഞ്ഞങ്ങ് ഇറങ്ങാം. കോട്ടയത്ത് ഐഡ ജംഗ്ഷൻ്റെ അവിടെയുള്ള HP പമ്പിലാണ് കയറാനായിട്ട് പോകുന്നത്. ഇവിടെ ചെന്ന് ചോദിച്ചു നോക്കാം. അവർ അടിച്ചു തരുമോ ഇല്ലയോ എന്നറിയത്തില്ല. നമുക്ക് ഏതായാലും ചോദിച്ചു നോക്കാം. ചേട്ടനെ കണ്ടിട്ടൊരു പാവത്താനെ പോലെയൊക്കെ തോന്നുന്നു. അപ്പുറത്തോട്ട് പോയി അടിക്കാം. ഇവിടെ ചോദിച്ചു നോക്കാൻ തെറിയേക്കുവോ? ചേട്ടാ 10 രൂപ. 10 രൂപയ്ക്ക് ആ 10 രൂപയ്ക്ക് അടിക്കത്തില്ലേ? 10 രൂപയ്ക്ക് അടിക്കത്തില്ലേ? ആ വെറും 10 രൂപ. 10 രൂപയ്ക്ക് അടിക്കത്തില്ലേ? അയ്യോ, ശകലം 10 രൂപയ്ക്ക് ശകലം മതി. ഉള്ളത് മതിയല്ലേ? ഉള്ളത് മതി. വരുമോന്ന് അറിയാനായിട്ടാ. 10 രൂപയ്ക്ക് വരുമോ എന്ന് അറിയാനായിട്ട് ഇതിനകത്തു നിന്ന്. 10 രൂപയ്ക്ക് വരുമല്ലോ. അപ്പം ഒന്നും തോന്നരുത് കേട്ടോ. 10 രൂപയ്ക്ക് പെട്രോൾ വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മള് യൂട്യൂബിലൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് 10 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. അത്രേ ഉള്ളൂ. യൂട്യൂബാണ്. യൂട്യൂബിൽ എല്ലാം വരും. ഓക്കെ എന്നാ ശരി ഗൈസ്. നമുക്കങ്ങനെ അവൻ്റെ റിയാക്ഷൻ കണ്ടോ? അയ്യോ, അങ്ങനെ 10 രൂപയ്ക്ക് നമുക്ക് പെട്രോൾ അടിച്ച് കിട്ടിയിട്ടുണ്ട്. അയ്യോ പൊളി സാരം. ആ ചേച്ചിയൊക്കെ വന്ന് നോക്ക്, ഇവൻ ആരടാ 10 രൂപയ്ക്ക് പെട്രോൾ അടിക്കുക? ഇവൻ ആരടാ? അയ്യോ, ഏതായാലും കൊള്ളാം. പിന്നെ നമുക്ക് കോടിമതയുള്ള ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പുണ്ട് ഇവിടെ. അവിടെ കയറി 10 രൂപയ്ക്ക് അടിച്ചു തരുമോ എന്ന് ചോദിക്കാം. അടിച്ച് മണ്ട മുളക്കുമാവോ? നൈസായിട്ട് ആ ചേച്ചിയുടെ അടുത്തോട്ട് ചെല്ലാം. അതാകുമ്പോഴത്തേനും വേറെ സീനൊന്നുമില്ല. ചേച്ചിയെ കണ്ടിട്ട് തന്നെ ഒരു പാവമാണെന്ന് തോന്നുന്നു. 10 രൂപയ്ക്ക് അടിച്ച് തരുമോ? 10 രൂപ എന്ന് പറയുമ്പോൾ മിക്കവാറും ചേച്ചി വല്ല തെറിയും കൂടെ പറയും. ചേച്ചി 10 രൂപ. വെറും 10. 10 രൂപയ്ക്ക് അടിക്കത്തില്ലേ? അയ്യോ, 10 രൂപയ്ക്ക് അടിച്ചാൽ വരുമോ? ഇതിൽ നിന്ന് 10 രൂപയ്ക്ക് അടിച്ചാൽ വരുമോ?
10 രൂപയ്ക്ക് അടിക്കത്തില്ലേ? അവൻ ചോദിച്ചേ 10 രൂപയ്ക്ക് മതി, അതുകൊണ്ടാ. ചേച്ചി ചോദിക്കാൻ പോയിട്ടുണ്ട്, തെറിയേക്കുവോ? 10 രൂപയ്ക്ക് 10 രൂപയ്ക്ക് അടിക്കത്തില്ലേ? മിനിമം എത്ര രൂപ? മിനിമം 50 ആണോ? അയ്യോ, എല്ലാ പമ്പിലും അങ്ങനെയാണോ? അതെ അല്ലേ, 50 രൂപ അല്ലേ? ആ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓ അതൊന്നും അറിയാൻ വേണ്ടിട്ടാ. മിനിമം അല്ല 10 രൂപ ഉള്ളു കയ്യിൽ, എനിക്ക് അപ്പുറം വരെ ഒന്ന് പോയാൽ മതി, അതുകൊണ്ടാ. അയ്യോ അവര് കലിപ്പായി കേട്ടോ. എന്തിനാ നീ 10 രൂപയ്ക്ക് അടിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. നമുക്ക് ഏതായാലും അതെ, ഇവിടെ ഒരു പമ്പുണ്ട്, ഇവിടെ കൊണ്ടോടിയുടെ ഒരു പമ്പുണ്ട്, അവിടെ ചെന്ന് നോക്കാം. അവരുടെ മുഖമൊക്കെ അങ്ങ് മാറി കേട്ടോ പുള്ളിയുടെ. ചോദിക്കാം. ചേട്ടാ 10 രൂപയ്ക്ക് 10 രൂപ 10 രൂപ 10 രൂപയ്ക്ക് 10 രൂപയ്ക്ക് 10 രൂപയ്ക്ക് പെട്രോള് അടിക്കാൻ പറ്റത്തില്ലേ? കയറി പോവോ? തിരിച്ച് കയറി പോവോ? ഓ അങ്ങനെയുണ്ടല്ലേ, മിഷന് 10 വന്ന് നിൽക്കത്തില്ലായിരിക്കും അല്ലേ? ഓ അങ്ങനെ ഉണ്ടല്ലേ. ആണോ? ആ കുഴപ്പമില്ല കുഴപ്പമില്ല. 10 രൂപയ്ക്ക് അടിക്കുമോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക്. ഏതാ 50 രൂപയല്ലേ മിനിമം? ആ ഓ അങ്ങനെ ഉണ്ടല്ലേ, നമുക്കത് അറിയത്തില്ലായിരുന്നു. എനിക്ക് വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 രൂപയ്ക്ക് അടിച്ചിട്ട്. ആ ഓഹോ അങ്ങനെ ഉണ്ടല്ലേ. ആ ഹോ ഹോ അങ്ങനെ ഉണ്ടല്ലേ, നമുക്കത് അറിയത്തില്ലല്ലോ. എനിക്ക് ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഇത് ബുള്ളറ്റ് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് റിസർവ് ടാങ്കിലോട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. 10 രൂപയ്ക്ക് മതിയായിരുന്നു, അതുകൊണ്ടാ. അല്ല എന്നാ കുഴപ്പമില്ല, ആയിക്കോട്ടെ ശരിയെന്നാ. ഓക്കെ ശരിയെന്നാ. അവരും പറയുന്നത് 10 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറ്റത്തില്ലെന്നാണ്. അയ്യോ ആ പുള്ളി ഓർത്തോളൂ, ഇവൻ എന്നാ ഒരു എച്ചിയ ബുള്ളറ്റുമായിട്ട് വന്നിട്ട് 10 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറയുന്നത്. ഏതായാലും കൊള്ളാം. നമുക്കേതായാലും ഇവിടെ അപ്പുറം ഒരു പമ്പ് കൂടെ ഉണ്ട്, നമ്മുടെ മണിപ്പുഴയിൽ നമ്മുടെ സിവിൽ സപ്ലൈസിൻ്റെ പമ്പുണ്ട്. അവിടെ ഏതായാലും 10 രൂപയ്ക്ക് അടിച്ച് തരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ എല്ലാവരും പെട്ടെന്ന് എന്നിട്ട് 10 രൂപ എന്ന് പറയുമ്പോഴത്തേന് ഇവരോർക്കുന്നതിന് ഇതെന്നെ 10 രൂപ, ഇവൻ്റെ പൈസ ഇല്ലാഞ്ഞിട്ടാണോ, അല്ല ഇവൻ എന്തിനാ 10 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നത്? ആ പുള്ളി ഇപ്പോൾ ഓർത്ത് പുള്ളി കിളി പോയി നിൽക്കുക. 10 രൂപയ്ക്കോ? അയ്യോ. നമുക്ക് ഏതായാലും അടുത്തത് ഈ മണിപ്പുഴ സിവിൽ സപ്ലൈസിൻ്റെ പമ്പുണ്ട്. ഇന്ത്യൻ ഓയിലാണ് സംഭവം, സിവിൽ സപ്ലൈസിൻ്റെ പമ്പാണ്. അപ്പോൾ അവിടെ കയറി നമുക്ക് 10 രൂപയ്ക്ക് അടിച്ച് തരുമോ എന്ന് ചോദിക്കാം. ചേട്ടാ 10 രൂപയ്ക്ക് പവർ. ചേട്ടാ 10 രൂപയ്ക്ക് പവർ. 10 രൂപയ്ക്ക് പവർ. 10 രൂപയ്ക്ക് അടിക്കത്തില്ലേ? അയ്യോ ഇതിനകത്ത് മിനിമം എത്രയാണ് വരുന്നത്? മിനിമം ഉണ്ടോ സെറ്റ് ചെയ്തിട്ടേക്കുന്നത്? 10 രൂപയ്ക്ക് അടിക്കാൻ പറ്റത്തില്ലല്ലേ? എന്നാൽ കുഴപ്പമില്ല. 10 രൂപ എന്നെ ചെയ്യാനായിട്ടോ 10 രൂപ ഉള്ളായിരുന്നു, അതുകൊണ്ടാ. ആണല്ലേ, എന്നാ കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. ശരി ശരിയാണോ? ശരി. ഇവർ പറയുന്നത് 10 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ എയർ തിരിച്ച് കയറി പോവുന്ന. 10 രൂപയ്ക്ക് അതിനകത്തൊന്നും കിട്ടത്തില്ല, എയർ തിരിച്ച് കയറി പോവുന്ന. അയ്യോ ആൾക്കാരുടെ അയ്യോ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുണ്ടല്ലോ തൊലിക്കെട്ടി എന്ന് പറയുന്നൊരു സാധനം വേണം കേട്ടോ. അയ്യോ 10 രൂപ എന്ന് പറയുമ്പോഴത്തേന് ആൾക്കാര് ചിന്തിക്കുന്നത് ഇവനെന്നെ വട്ടാണോ? അയ്യോ ഇതിനൊരു തൊലിക്കെട്ട് വേണം കേട്ടോ. സത്യം പറഞ്ഞല്ലോ, ഹെൽമെറ്റ് വെച്ചേക്കുന്നോണ്ട് എന്നെ മനസ്സിലാകത്തില്ല. അല്ലായിരുന്നെങ്കിൽ ഹെൽമെറ്റ് അങ്ങനെ ഊരി കഴിഞ്ഞ ചെകിളക്കിട്ട് അടി കിട്ടിയേനെ.
പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ 10 രൂപ എന്നല്ല 5 രൂപ ആണെങ്കിൽ 1 രൂപയ്ക്ക് പോലും നമ്മൾ പെട്രോൾ അടിച്ച് തരണം എന്നാണ് ഒരു നിയമം ഉള്ളത്. പക്ഷേ അത് ഇവിടെ എനിക്ക് തോന്നുന്നു കേരളത്തിലായതുകൊണ്ടാണോ എന്നറിയത്തില്ല. പക്ഷേ ചില പമ്പിലൊക്കെ നമുക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ 1-2 പമ്പുകളിൽ 10 രൂപയ്ക്ക് അടിച്ച് തന്നു, ചില പമ്പുകളിൽ 10 രൂപയ്ക്ക് അടിച്ച് തന്നില്ല. അപ്പോൾ അവർ പറയുന്നത് 10 രൂപയ്ക്ക് അടിക്കാൻ പറ്റത്തില്ല, മിനിമം ചാർജ് 50 രൂപയ്ക്ക് അടിക്കണമെന്നാണ്. അപ്പോൾ എനിക്കറിയത്തില്ല മിനിമം ചാർജ് 50 രൂപയ്ക്ക് അടിക്കണം അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്നുള്ളത്. ഏതായാലും 50 രൂപയ്ക്കാണ് ആ പമ്പുകളിൽ അടിച്ചു തരുന്നത്. നമ്മുടെ മണിപ്പുഴയിൽ 1-2 പമ്പുകൾ ഒക്കെ ചോദിച്ചു. അതിനകത്തിപ്പോൾ നമ്മളിപ്പോൾ കണ്ടതിൽ വെച്ച് എനിക്ക് 2 പമ്പുകാർ 10 രൂപയ്ക്ക് അടിച്ചു തന്നു. അപ്പം അവർക്ക് ഏതായാലും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചിങ്ങവനത്താണ്. ചിങ്ങവനത്ത് ഇവിടെ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട്. നമുക്ക് അവിടെ കയറി 10 രൂപയ്ക്ക് അടിച്ച് തരുമോ എന്ന് ചോദിക്കാം. ദൈവമേ, ഇതിനകത്ത് ആരാ കലിപ്പില്ലാതെ? അച്ചായനാണ് സീനില്ലായിരുന്നു, അച്ചായൻ അവിടെയാണ് ഡീസലേ ഉള്ളൂ. അവിടെ ഒരു വണ്ടി, അവിടെ ആ കാറ് കൊണ്ടിട്ടു. നമുക്ക് ഏതായാലും നൈസാട്ടെ അപ്പുറത്തോട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഈ ചേട്ടൻ എന്നാ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ചോദിച്ചു നോക്കാം. ചേട്ടാ 10 രൂപയ്ക്ക് 10 രൂപയ്ക്ക് ആ 10 രൂപയ്ക്ക്. ഓ 10 രൂപയ്ക്ക് അടിക്കാൻ പറ്റത്തില്ലേ? 10 രൂപയ്ക്ക് അടിക്കാൻ പറ്റത്തില്ലേ? ഏതാ 50 രൂപയാണോ മിനിമം? അയ്യോ, 10 രൂപ ഉള്ളായിരുന്നല്ലോ. ലേ ലഡാക്ക് മണാലി മിനിമം ചാർജ് ഉണ്ടോ? മിനിമം ചാർജ് ഉണ്ടോ? അങ്ങനെയാണോ? നമുക്ക് 10 രൂപയുടെ പെട്രോൾ മതിയെന്നേ. എനിക്ക് അപ്പുറം വരെ ഒന്ന് പോയേച്ചാൽ മതി. സംഭവം എന്ന് വെച്ചാൽ 10 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതെ അല്ലേ? ഓക്കെ. എങ്ങനെ പേരെങ്ങനെ ബ്രോയുടെ? സെബിൻ. ഓക്കെ ഓക്കെ, ശരി, ആയിക്കോട്ടെ എന്നാ. ശരിയോ? വിമൽ 360 ഡിഗ്രി നോക്കിയാച്ചാൽ മതി. ഓക്കെ എന്നാ, ആയിക്കോട്ടെ, ശരി. ഗൈസ്, നമുക്കങ്ങനെ ചിങ്ങവനത്തെ പെട്രോൾ പമ്പിൽ നിന്നും 10 രൂപയ്ക്ക് ആദ്യമായിട്ട് 10 രൂപയ്ക്ക് പെട്രോൾ അടിച്ച ആൾ ഞാനായിരിക്കും. അയ്യോ, മച്ചാൻ വണ്ടർ അടിച്ചു പോയി. 10 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് എവിടം വരെ പോകാനായിട്ടത്? പുള്ളി നൈസായിട്ടൊരു ഡയലോഗ് കൂടെ അടിച്ചേ, പൈസ ഇല്ലാഞ്ഞിട്ടാണോ എന്ന്. നൈസായിട്ട് പതിയെ പറഞ്ഞു, അതുകൊണ്ട് ക്യാമറയിൽ കിട്ടിയോന്ന് അറിയത്തില്ല. നൈസായിട്ട് പുള്ളി പറയാം. ഗൈസ്, നിങ്ങൾക്ക് ഈ ചെറിയ ഫൺ റിയാക്ഷൻ വീഡിയോ ഇഷ്ടമായത് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടെ അമർത്തി വെക്കുക. എന്നാലേ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പം മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുന്നതിനും വരെ ദിസ് ഈസ് വിമൽ സൈനിങ് ഓഫ്. പന്തല് പണിക്ക് വന്നതാണേ, മാമനോടൊന്നും തോന്നില്ലേ.